അള്ളാഹു നമ്മളെ പരീക്ഷിക്കും, പല രീതിയിലും പരീക്ഷിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മലർ മുഹയ്യിദ്ദീൻ മസ്ജിദ് ജമാഅത്തിന്റെ ഓരോ സഹോദരങ്ങളെയും സഹോദരിമാരെയും ഉമ്മമാരെയും അള്ളാഹു തആല പരീക്ഷിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, മുഅ്മിനേ ഭയം തന്ന് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും, ഭയം തന്ന് നിങ്ങളെ പരീക്ഷിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഭയം തന്ന് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കൂ, വിശപ്പ് തന്ന് അള്ളാഹു പരീക്ഷിക്കൂ, സമ്പത്തിൽ കുറവ് വരുത്തിക്കൊണ്ട് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കൂ. നിങ്ങളെ മക്കളെ മരിപ്പിക്കൽ കൊണ്ട്, മാതാപിതാക്കളെ മരിപ്പിക്കൽ കൊണ്ട്, ഭാര്യമാരെ മരിപ്പിക്കൽ കൊണ്ട്, ഭർത്താക്കന്മാരെ മരിപ്പിക്കൽ കൊണ്ട്, ബന്ധുമിത്രാദികളെ മരിപ്പിക്കൽ കൊണ്ട് അള്ളാഹു തആല നിങ്ങളെ പരീക്ഷിക്കും. നിങ്ങളുടെ കച്ചവടത്തിൽ നട്ടം വരുത്തിക്കൊണ്ട്, കൃഷികളിൽ കുറവ് വരുത്തിക്കൊണ്ട് അള്ളാഹു തആല നിങ്ങളെ പരീക്ഷിക്കും. എന്നിട്ട് അള്ളാഹു തആല പറയുന്നുണ്ട്, മുഅ്മിനേ വബശ്ശിരി സ്വാബിരീൻ, നബിയേ അവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്ക്, യാ റസൂലല്ലാഹ് വബശ്ശിരി സ്വാബിരീൻ. പല രീതിയിലും നിങ്ങളെ പരീക്ഷിക്കുമല്ലോ. വർത്തമാന കാലഘട്ടത്തില് അല്ലാഹു തആല ഭയം തന്ന് നമ്മളെ പരീക്ഷിക്കുമ്പോ പേടിയുടെ മുൾമുനയിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളത്തിലും കർണാടകയിലും ഗുജറാത്തിലും എന്നല്ല, ആഗോള തലത്തില് മുസ്ലിമീങ്ങൾ പരീക്ഷണത്തിന്റെ തീച്ചൂളയിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉക്രൈനും റഷ്യയും യുദ്ധം തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു വർഷം പിന്നിടുകയാണല്ലോ. ഇസ്രായേലും ഫലസ്തീനും യുദ്ധം തുടങ്ങിയിട്ട് ഏതാണ്ട് 3 മാസത്തോളം പിന്നിടുമ്പോ 30,000 ആളുകളാണ് അവിടെ മരണപ്പെടുന്നത്. 30,000 ആളുകൾ മരണപ്പെടുന്നതിൽ അതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുഞ്ഞുമക്കളുമാണെങ്കിൽ അള്ളാഹു നമ്മളെ ഭയം തന്ന് പരീക്ഷിക്കുമെന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഫലസ്തീനിൽ ഇപ്പോ നടക്കുന്ന സംഭവങ്ങൾ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ലോക രാജ്യങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഭിപ്രായ വ്യത്യാസങ്ങളും നയതന്ത്ര ബന്ധങ്ങൾ വരെ വിച്ഛേദിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് വരുമ്പോ ഒരുപാട് വർഷം അല്ലാഹു തആലക്ക് വേണ്ടി സുജൂദ് ചെയ്ത ബാബരി മസ്ജിദ് തച്ച് തകർത്ത് തരിപ്പണമാക്കി അവിടെ അമ്പലം പണിഞ്ഞിട്ട് അവിടെ വിഗ്രഹാരാധന നടത്തുമ്പോ 600 വർഷം പടച്ച തമ്പുരാനു വേണ്ടി സുജൂദ് ചെയ്ത വാരണാസിയിലെ ഒരു പള്ളി ഉണ്ടായിരുന്നല്ലോ, യാൻവാബി എന്ന് പറയുന്ന മസ്ജിദ്. സുബ്ഹാനല്ലാഹ്, 600 വർഷം പടച്ച തമ്പുരാന് വേണ്ടി സുജൂദ് ചെയ്തുകൊണ്ടിരുന്ന പള്ളിയാണ്. മുസ്ലിമീങ്ങൾക്ക് ആ പള്ളിയിൽ കയറുന്നതിന് വിലക്കാണ്. അവിടെ വിഗ്രഹാരാധനയ്ക്ക് പെർമിഷൻ കൊടുത്തിരിക്കുകയാണ്. 1000-ഓളം പള്ളികൾ തകർക്കാൻ വേണ്ടി ഹിന്ദുത്വ ഭീകരർ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഹിദായത്ത് തരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞുവല്ലോ, മുസ്ലിമേ വലനബ്ലുവന്നകും, തീർച്ചയാണ് നിങ്ങളെ പരീക്ഷിക്കും. ഭയം തന്ന് നിങ്ങളെ പരീക്ഷിക്കും, ഭയം തന്ന് നിങ്ങളെ പരീക്ഷിക്കും. ഇപ്പൊ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രയാസങ്ങളുടെ തീച്ചൂള, വറചട്ടിയിൽ നിന്ന് എരിതീയിലേക്ക് കൂപ്പുകുത്തി വീഴാൻ വിധിക്കപ്പെട്ടവരായി നമ്മുടെ മക്കൾ, യുവതലമുറകൾ, നമ്മൾ ഓരോരുത്തരും മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വറചട്ടിയിൽ നിന്ന് എരിതീയിലേക്ക് കൂപ്പുകുത്തി വീഴാൻ വിധിക്കപ്പെട്ടവരായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തിന് ആഗോള തലത്തിൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലാഹു തആല. ആ പരീക്ഷണത്തിൽ നമ്മൾ അതിജയിക്കണം. ഭയം തന്ന് നിങ്ങളെ അല്ലാഹു പരീക്ഷിക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ ലോകത്ത് 250-ഓളം കോടി മുസ്ലിമീങ്ങൾ ഉണ്ട് എന്നാണ് ഔദ്യോഗിക കണക്കുകൾ
കണക്കുകൾ ഈ അവസാനത്തെ സെൻസസ് പ്രകാരം നമുക്ക് വെളിവാക്കപ്പെടുന്നത്. ന്യൂനപക്ഷങ്ങളൊന്നുമല്ല നമ്മൾ, ന്യൂനപക്ഷങ്ങളല്ല നമ്മൾ. പക്ഷെ പറയുമ്പോ നമ്മൾ എന്താ പറയല്? നമ്മൾ ന്യൂനപക്ഷങ്ങളാണെന്ന്. നമ്മൾ ന്യൂനപക്ഷങ്ങളല്ല. 250ഓളം വരുന്ന അംഗസംഖ്യമുള്ള മഹത്തായ ഒരു പ്രസ്ഥാനമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ആ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഇന്ന് പരീക്ഷണത്തിന്റെ തീച്ചൂളയിൽ നിൽക്കുകയാണ്. ആ പരീക്ഷണത്തിൽ അതിജയിക്കാനുള്ള പരിശ്രമം എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുമ്പോ ഭയം തന്ന് നിങ്ങളെ പരീക്ഷിക്കും. ഏത് നരേന്ദ്രമോദിയാണെങ്കിലും ശരി, ഏത് സവർണ ഫാഷിസ്റ്റ് തമ്പുരാക്കന്മാരാണെങ്കിലും ശരി, ഏത് അധികാര ദുർഭൂതങ്ങളാണെങ്കിലും ശരി, പണം വിടർത്തി നൃത്തമാടുമ്പോ അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇവിടത്തെ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ, നിരപരാധികളെ ജയിലിലടയ്ക്കാനും അവരെ തച്ചു തകർത്ത് തരിപ്പണമാക്കാനും അവരെ വംശീയ ഉന്മൂലനം ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇവരിവിടെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇനി വരുന്ന ഇലക്ഷനെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള വലിയ പ്രശ്നങ്ങളാണ്, പ്രചരണങ്ങളാണ് ഇപ്പൊ ഭരണം നടത്തുന്ന ഭരണാധികാരികളുടെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷനെ മുൻകൂട്ടി കണ്ടിട്ടുള്ള പ്രചരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇവിടെ രാമരാജ്യം നടപ്പാക്കണം, പള്ളികൾ പൊളിച്ച് അമ്പലങ്ങൾ പണിയണം, അവിടെ വിഗ്രഹങ്ങൾ പൂജ നടത്തണം. ധാർമ്മികതയിൽ വിശ്വസിക്കുന്ന ഒരൊറ്റ ഹിന്ദുവും ധാർമ്മികതയിൽ വിശ്വസിക്കുന്ന ഒരൊറ്റ ഹിന്ദുവും ബാബരി മസ്ജിദ് വെച്ച് പൊളിച്ചതിനെ അനുകൂലിക്കുന്നുണ്ടാവില്ല. ആ ബാബരി മസ്ജിദ് പൊളിച്ചതിന് പകരം അയോധ്യയിൽ ഇവിടെ രാമക്ഷേത്രം പണിതതിന്റെ പേരിൽ ഒരൊറ്റ ഹിന്ദുവും അതിനെ അനുകൂലിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യമെങ്കിൽ ഇന്ന് മുസ്ലിം സമുദായത്തിനെ തെരഞ്ഞു പിടിച്ച് ടാർഗറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വിഭാഗത്തിനെ മാത്രം ഇവിടെ ഇല്ലായ്മ ചെയ്യപ്പെടാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. NRC നടപ്പാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്, CA നടപ്പാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. ഇലക്ഷൻ മുൻകൂട്ടി കണ്ടിട്ടുള്ള വല്ലാത്ത കുൽസിതമായ ശ്രമങ്ങൾ നമുക്കെതിരിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഭയം തന്ന് നിങ്ങളെ ഞാൻ പരീക്ഷിക്കും, വിശപ്പ് തന്ന് നിങ്ങളെ ഞാൻ പരീക്ഷിക്കും. നിങ്ങളുടെ മക്കളെ മരിപ്പിക്കൽ കൊണ്ടും നിങ്ങളുടെ കൈകാലുകൾക്ക് ന്യൂനത വരുത്തൽ കൊണ്ടും നിങ്ങളുടെ അവയവങ്ങൾക്ക് ബലഹീനതകൾ വരുത്തൽ കൊണ്ടുമൊക്കെ നിങ്ങളുടെ കച്ചവടങ്ങളിൽ, നിങ്ങളുടെ ബിസിനസ്സുകളിലെല്ലാം കുറവ് വരുത്തിക്കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുമ്പോ ആ ആയത്തിന്റെ അവസാനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വബശ്ശിരി സ്വാബിരീൻ, മുഅ്മിനേ നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാകണേ. ക്ഷമിക്കുന്നവർക്ക് സ്വർഗമുണ്ടെന്ന് നബിയേ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. യാ റസൂലല്ലാഹ്, മുസ്ലിം സമുദായമേ എടുത്ത് ചാടരുത് നമ്മള്, അത് അപകടമേ ഉണ്ടാകൂ. പ്രതീക്ഷയോടുകൂടി നമ്മൾ ജീവിക്കണം. എന്തെങ്കിലും പ്രയാസങ്ങളോ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ രോഗങ്ങളോ കടങ്ങളോ ഈ രാജ്യത്തിന്റെ അധികാരവർഗികളുടെ ഭീഷണികളോ എന്ത് തന്നെ നമ്മുടെ മുന്നിലൂടെ കടന്നു വന്നാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ പ്രതീക്ഷയോടുകൂടി നമ്മൾ ജീവിക്കുകയും ക്ഷമയുള്ളവരായിട്ട് മാറുകയും ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുമ്പോ ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വഹാബാ നമ്മൾ എങ്ങനെയാ ജീവിക്കേണ്ടതെന്നറിയോ? അൽ മുഅ്മിനു ബൈനൽ ഖൗഫി വറജാ, നമ്മൾ എങ്ങനെയാ ജീവിക്കേണ്ടത്? അൽ മുഅ്മിനു, ഒരു യഥാർത്ഥ സത്യവിശ്വാസി, മലർപ്പള്ളിയിലുള്ള മഹല്ലംഗങ്ങളിൽപ്പെട്ട ഒരു സത്യവിശ്വാസി, ആ വിശ്വാസിനി എങ്ങനെയാ ജീവിക്കേണ്ടത്? ബൈനൽ ഖൗഫി വറജാ, ബൈന
മിനൽ ഖൗഫി, ഭയമുണ്ടാകണം നമുക്ക്. എന്തിന്റെ ഭയം? നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും പാപങ്ങൾ ചെയ്യുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഭയമുണ്ടാകണം. ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ നമ്മുടെ ജീവിതത്തിൽ ഭയമുണ്ടാകണം. പടച്ചവനെ, ഈ തെറ്റ് ചെയ്തതിന്റെ പേരിൽ നാളെ എന്റെ അവസ്ഥ എന്തായിരിക്കും അല്ലാ എന്നൊരു ഭയം നമുക്കുണ്ടാകണം. അതിനോടൊപ്പം അല്ലാഹു തആല പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ വറജാ, പ്രതീക്ഷയും ഉണ്ടാകണം. ഒരു തെറ്റ് നമ്മളിൽ നിന്ന് സംഭവിച്ചാൽ പടച്ചവനെ, ഈ തെറ്റ് സംഭവിച്ചതിന്റെ പേരിൽ നിന്റെ ശിക്ഷ എനിക്ക് അനുഭവിക്കേണ്ടി വരുമല്ലോ. അതിനോടൊപ്പം വൽ റജാ, പ്രതീക്ഷയും ഉണ്ടാകണം. ഞാൻ തൗബ ചെയ്താൽ അല്ലാഹു എനിക്ക് പുറത്തു തരുമല്ലോ. ഞാനൊരു തെറ്റ് ചെയ്തു, അതിനെതിരെ ഞാൻ തൗബ ചെയ്തു, അല്ലാഹു എന്റെ പാപങ്ങൾ എനിക്ക് പുറത്തു തരും. ആ വിശ്വാസത്തോടുകൂടി, ആ പ്രതീക്ഷയോടുകൂടിയാണ് ഓരോ സത്യവിശ്വാസിയും ജീവിക്കേണ്ടത് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം